ഹലോ ഗായ്സ്, എൻ്റെ പേര് അർജുനാണ്. ഞാൻ ഇന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫോളോയും ലൈക്കും ചെയ്യണം. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ഞാൻ ഇന്ന് കളിക്കാൻ സിംഗിൾ പ്ലെയറേ ഉള്ളൂ. എൻ്റെ കൂടെ വേറെ ആരും ഇല്ല കളിക്കാൻ. വേറെ ആരെങ്കിലും നോക്കണമെങ്കിൽ ഇടണം. നമ്മൾ ഈ ഗെയിമിക്കാറ് ആദ്യം ഉണ്ടാക്കാനുള്ളത് ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ഇങ്ങനെ എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കി കൊണ്ടുവരണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിക്കോളും. അതിനങ്ങ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കണം ആദ്യം തന്നെ. ഉണ്ടാക്കി ഒരു പിക്കാസ് ഉണ്ടാക്കണം. പിക്കാസും പിന്നെ ഒരു ഏപ്പും ഉണ്ടാക്കണം. എന്നിട്ട് ഇനി വന്നിട്ട് മരമെല്ലാം വെട്ടണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് ഞാനാണെങ്കിൽ നടന്ന് ഇങ്ങായിട്ടൊരു പിക്കിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ആദ്യം അടിച്ച് കൊല്ലണം. അപ്പം ഇതിൻ്റെ അന്ന് മീറ്റും SP കിട്ടും. നമ്മൾ ഈ SP വെച്ചിട്ട് എൻചാൻറ്റിങ് ചെയ്യാനാണ് SP കിട്ടണത്. മെൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഒറ്റ അടുത്ത് പോലെ ഷീപ്പെന്ന് പറയുന്ന ജീവിയൊക്കെ കാണാറുണ്ട്. ഷീപ്പില്ലെങ്കിൽ ബെഡ് ഉണ്ടാക്കി രാത്രി കിടന്നുറങ്ങി സ്കിപ്പ് ചെയ്താലേ അടുത്ത ദിവസം ആവത്തുള്ളൂ. അല്ലെങ്കിൽ ജീവികൾ വന്ന് നമ്മളെ അടിച്ചു കൊല്ലാൻ നോക്കും. സോംബി, ക്രീപ്പർ, സ്കെലട്ടൻ, ഇത്രയും ജീവികളുണ്ട് നമ്മളെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. അതൊക്കെ വേണമെങ്കിൽ ഓഫാക്കിയിട്ടും കളിക്കാം. പക്ഷെ ഓഫാക്കിയിട്ടാൽ ബോറായിരിക്കും ഗെയിം ഫുള്ള്. ഞാനിപ്പം കുറച്ച് ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് വരാം. നിൽക്കുന്ന ഷീപ്പല്ലേ? ഷീപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം തന്നെ ഷീപ്പ് കിട്ടി എനിക്ക്. അടിക്കാനും പറ്റുന്നില്ല. ഒരു ഊള് കിട്ടി. നമ്മൾ ഈ ഊള് വെച്ചിട്ട് വേണം മറ്റേ സാധനം ഉണ്ടാക്കാനുള്ള ബെഡ്. കിട്ടി. അടുത്ത ഷീപ്പ്.
ഇങ്ങൊന്നും ഒറ്റ അടുത്ത് പോലും ഷീപ്പെന്ന് പറയുന്ന ജീവിയെ കാണാനില്ല. ഇനിയിപ്പോൾ എങ്ങനെ രാത്രി കിടന്നുറങ്ങും? ഞാൻ അടുത്ത ഷീപ്പിനെ കൂടെ കണ്ടുപിടിക്കട്ടെ. ഞാൻ കുറച്ച് ദൂരവും കൂടെ വന്നപ്പോൾ എനിക്ക് ബ്ലൂബെറീസ് കിട്ടി. അതെന്നാണ് തോന്നുന്നത് ഇത്. ഈ ചെടിയിൽ കയറി നിന്ന് ഇങ്ങനെ ലൈഫ് പോവും. അതുകൊണ്ട് ഇതിൽ കയറി നിൽക്കണ്ടേ, ചത്തട്ട പോവും അവസാനം. എനിക്ക് ഇനി ഒരു ഷീപ്പും കൂടെ കിട്ടിയാൽ മതി. സ്പ്രിങ് വെച്ച് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഊളി ഞാൻ ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് അതാ. ഞാൻ കുറേ നേരം കൊണ്ട് ഷീപ്പിനെ അന്വേഷിച്ചു നടക്കണേ, പക്ഷേ ഷീപ്പിനെ കിട്ടിയില്ല. അങ്ങ് ഷീപ്പല്ലേ നിൽക്കണേ. കിട്ടി ഷീപ്പിനെ കിട്ടി എനിക്ക്. എൻ്റെ കയ്യിൽ വൈറ്റ് ഡൈ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ആക്കി മാറ്റാൻ. ഇതിൻ്റെ ഊള് കിട്ടി. ഈ മറ്റേ ചെടി കാണുന്നുണ്ട്. മഞ്ഞ കളർ ബെഡ് ഉണ്ടാക്കാം. ഇത് വെച്ച് നമുക്ക് ഡൈ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, മഞ്ഞ കളർ വേണ്ട, വെള്ള കളർ. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഊളെടുത്ത് ഇങ്ങനെ ഓരോ കൂടെ ഇങ്ങനെ വെച്ചിട്ട് താഴെ ലോക്ക് എടുത്ത് വയ്ക്കണം. അപ്പം ഇങ്ങനെ ബെഡ് കിട്ടും. നമ്മൾ ഈ ബെഡ് എടുത്തിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് റീസ്പോൺ സെറ്റ് ചെയ്യണം. എന്നിട്ട് കയറി കിടന്നുറങ്ങണം. ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ ആവും ഗെയിമിൽ. എന്നിട്ട് ഇങ്ങൊന്ന് റീസ്പോൺ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ചത്ത വേറെ എങ്ങനെയെങ്കിലും പോകും. അന്യ എന്തൊരു ചെയ്യുള്ളതെന്ന് വെച്ചാൽ മൈനിങ്ങിന് പോകണം. മൈനിങ് ചെയ്യാതെ ഫുഡ് കിട്ടും. ഫണ്ണസ് ഉണ്ടാക്കിയാലേ വേവിച്ച് തിന്നാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് ചെറിയൊരു മൈനിങ് സെറ്റപ്പ് ചെയ്യാം. ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് കുതിച്ചു പോകുമ്പോൾ നമുക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഇതിൻ്റെ പേരാണ് കോബിൾ സ്റ്റോണ്. ഇത് വെച്ച് വേണം ഫണ്ണസ് ഒക്കെ ഉണ്ടാക്കാനുള്ളത്. ഞാൻ കുറച്ച് മൈനിങ് ചെയ്തെടുത്തിട്ട് കാണിച്ചത് എങ്ങനെയാണ് ഫണ്ണസ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഓരോട്ട് കയറണം. ഓരോട്ട് കയറിയിട്ട് ക്രാഫ്റ്റിൻ്റെ അവിടെ അങ്ങോട്ട് പോയിട്ട് ഈ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ച് വെക്കണം. അപ്പോൾ ഫണ്ണസ് കിട്ടും. നമുക്ക് ഫണ്ണസ് എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലോഗ് വെച്ചിട്ട് നമുക്ക് വേവിക്കാനുള്ള ഫുഡ് വെച്ചാൽ അത് കുക്ക്ഡ് മീറ്റായിട്ട് കിട്ടും. ഇങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് കളിക്കുള്ളത്. ഞാനിത് സിംഗിൾ പ്ലെയറാണ് കളിക്കണേ. ഇതാണ് കുക്ക്ഡ് മീറ്റ്. നമ്മൾ ഇതെടുത്തിട്ട് ഇനി നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അങ്ങോട്ട് ഇരിക്കിട്ട് സ്റ്റിക്കെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വേറെന്തൊരു സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കിയിട്ട് മൈനിങ്ങിന് പോകണം. സ്റ്റോൺ പിക്കാസ് ഇട്ട്
അയൺ എടുക്കാൻ പറ്റുള്ളൂ. വുഡ് പിക്കാസ് ഇട്ടെടുത്താൽ അയൺ പോവും. അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ പിക്കാസ് വെച്ചെടുക്കണം. നമുക്കല്ലാതെ തന്നെ ചാക്കോൾ ഉണ്ടാക്കിയാൽ നമുക്ക് കോളിന് പകരം ഉപയോഗിക്കാം. ഞാൻ ചാക്കോൾ ഉണ്ടാക്കണം എങ്ങനെയാണ് കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് വയ്ക്കണം. നമ്മളാണെങ്കിൽ ലോഗിനെ എടുത്ത് വയ്ക്കുമ്പം നമുക്കാണെങ്കിൽ അത് ചാക്കോളായിട്ട് ഇങ്ങ് വരും. ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് ചാക്കോൾ അതിൻ്റെ ഓരോ എടുത്ത് വെച്ചാൽ ടോർച്ച് നമുക്ക് കിട്ടും. നമ്മൾ ഈ ടോർച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കണം. ഇരുട്ടായ ജീവികൾ സ്പോണാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം.